നമസ്കാരം. ഈ വാർത്താ ദിനത്തിലെ ഇതുവരെയുള്ള മുഴുവൻ വാർത്തകളും സമഗ്രമായി പ്രേക്ഷകരെ അറിയിക്കുന്ന പ്രൈം ടൈം ന്യൂസ് ആരംഭിക്കുന്നു. ഞാൻ അനുജ. എല്ലാ പ്രേക്ഷകർക്കും പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യ വാർത്തയിലേക്ക്. സിനിമാ താരം റോഷ്ന ആൻഡ് റോയ് പരാതി ഉന്നയിച്ച KSRTC ബസ് ഓടിച്ചത് മേയർ ആര്യ രാജേന്ദ്രനുമായി തർക്കമുണ്ടായ LH യദു തന്നെയെന്ന് സ്ഥിരീകരണം. സംഭവ ദിവസത്തെ KSRTC ഷെഡ്യൂൾ വിവരങ്ങൾ 24-ന് ലഭിച്ചു. റോഷ്നയുടെ ആരോപണത്തിൽ KSRTC ആഭ്യന്തര അന്വേഷണം തുടങ്ങി. മേയറുമായുണ്ടായ തർക്കത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഡ്രൈവർ യദു കോടതിയിൽ ഹർജി നൽകി. മേയർ ആര്യ രാജേന്ദ്രൻ പരാതി നൽകിയതിന് പിന്നാലെയാണ് യദുവിൽ നിന്നും സമാന അനുഭവമുണ്ടായെന്ന് റോഷ്ന വെളിപ്പെടുത്തിയത്. സാമൂഹ്യ മാധ്യമത്തിലൂടെയായിരുന്നു വെളിപ്പെടുത്തൽ. ജൂൺ 19-ന് എറണാകുളത്തേക്കുള്ള യാത്രാമധ്യേ കുന്നംകുളത്തിനടുത്ത് വെച്ച് യദു ഓടിച്ചിരുന്ന KSRTC ബസ് അമിത വേഗതയിൽ വന്നുവെന്നും പിന്നീട് അസഭ്യം വിളിച്ചുവെന്നുമായിരുന്നു റോഷ്നയുടെ ആരോപണം. നടി റോഷ്ന പരാതി ഉന്നയിച്ച KSRTC ബസ് ഓടിച്ചത് LH യദു തന്നെയെന്ന് സ്ഥിരീകരിക്കുന്ന ഡിപ്പോ രേഖകളാണ് 24-ന് ലഭിച്ചത്. KSRTC ഷെഡ്യൂൾ ബുക്കിലെ വിവരങ്ങളനുസരിച്ച് ജൂൺ 18-ന് യദു തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ നിന്നും വഴിക്കടവിലേക്ക് സർവീസ് ആരംഭിച്ചു. തൊട്ടടുത്ത ദിവസം ജൂൺ 19-ന് തിരിച്ച് തിരുവനന്തപുരത്തേക്കും സർവീസ് നടത്തി. റോഷ്നയുടെ ആരോപണത്തിന് പിന്നാലെ KSRTC ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ബസ് ഓടിച്ചത് താൻ തന്നെയെന്ന യദുവിന്റെ സ്ഥിരീകരണ മൊഴി ലഭിച്ചതായി ഗതാഗത മന്ത്രിക്ക് കൈമാറിയ KSRTC ആഭ്യന്തര വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ വഴിക്കടവിലേക്ക് സർവീസ് നടത്തിയതുൾപ്പെടെ ഓർമ്മയില്ലെന്നാണ് യദുവിന്റെ പ്രതികരണം. ജൂൺ 18 നിങ്ങൾ വഴിക്കടവിലേക്ക് സർവീസ് എടുത്തിട്ടുണ്ട്. അത് നോക്കണം ചേട്ടാ. നോക്കിയിട്ട് ഞാൻ ന്യായമായിട്ടുള്ള കാര്യമാണെങ്കിൽ ഞാൻ പറയും. വണ്ടി ഞാൻ ഷെഡ്യൂൾ ഓടിയിട്ടുണ്ട്. ഞാൻ വഴിക്കടവാണ് ഷെഡ്യൂൾ ഓടിയത്. 1 വർഷത്തോളം നിലമ്പൂർ വഴിക്കടവ് ഓടി, കോഴിക്കോട് മിന്നൽ ഓടി, അത് കഴിഞ്ഞ് തൃശ്ശൂരാണ്. ഇപ്പോൾ ഒരു 3-4 മാസമായിട്ട് തൃശ്ശൂരാണ് ഓടുന്നത്. അതിനിടെ മേയറുമായുണ്ടായ തർക്കത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഡ്രൈവർ യദു തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹർജി നൽകി. കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നടക്കം ഹർജിയിൽ ആരോപിക്കുന്നു. കോടതി മേൽനോട്ടത്തിലോ കോടതി നിർദ്ദേശത്തിലോ അന്വേഷണം വേണമെന്നാണ് ആവശ്യം. ഹർജി 6-ന് പരിഗണിക്കും. 24 തിരുവനന്തപുരം. വരുമോ ലോഡ് ഷെഡിംഗ്? സംസ്ഥാനത്ത് പ്രാദേശികമായി ഏർപ്പെടുത്തിയ വൈദ്യുതി നിയന്ത്രണം പ്രയോജനം ചെയ്തില്ല. പീക്ക് സമയത്തെ ഉപഭോഗത്തിൽ നേരിയ കുറവുണ്ടായെങ്കിലും പ്രതിദിന വൈദ്യുതി ഉപയോഗം സർവകാല റെക്കോർഡിലെത്തി. ഈ സ്ഥിതി തുടർന്നാൽ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തേണ്ടി വരുമെന്ന നിലപാടിലാണ് KSEB. 19 പൈസയുടെ ഇന്ധന സർചാർജ് മെയ് മാസവും തുടരാൻ KSEB തീരുമാനിച്ചു. ഇന്നലെ പ്രാദേശിക വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയെങ്കിലും ഉപയോഗത്തിൽ കുറവുണ്ടായില്ല. വൈദ്യുതി ഉപഭോഗം സർവകാല റെക്കോർഡിലെത്തുകയും ചെയ്തു. 115.9 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് ഇന്നലെ ഉപയോഗിച്ചത്. പീക്ക് സമയത്തെ വൈദ്യുതി ആവശ്യകതയിൽ നേരിയ കുറവുണ്ടായി. 5635 മെഗാവാട്ടായിരുന്നു പീക്ക് സമയത്തെ ആവശ്യകത. പുറത്തു നിന്നും എത്തിച്ച വൈദ്യുതിയിലും വർധനയുണ്ടായി. 93 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് പുറത്തുനിന്ന് എത്തിച്ചത്. വർദ്ധിച്ച ഉപയോഗം നിയന്ത്രിക്കാൻ ലോഡ് ഷെഡിംഗ് അല്ലാതെ മറ്റു മാർഗമില്ലെന്നാണ് KSEB വിലയിരുത്തൽ. 2 ദിവസത്തെ ഉപയോഗം നോക്കി വീണ്ടും ലോഡ് ഷെഡിങ്ങിന് ശുപാർശ നൽകും. ഉപയോഗം കൂടിയത് കാരണം ലൈനുകൾ ഡ്രിപ്പാകുന്ന സ്ഥലങ്ങളിലാണ് 10 മിനിറ്റോളം KSEB പ്രാദേശിക നിയന്ത്രണം ഏർപ്പെടുത്തിയത്. സംസ്ഥാനത്തിന് ആവശ്യമായതിൽ 20% വൈദ്യുതി മാത്രമാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് മന്ത്രി K. കൃഷ്ണൻകുട്ടി. 1000 മെഗാവാട്ടേ നമ്മുടെ കയ്യിലുള്ളൂ. ബാക്കിയെല്ലാം പുറത്തുനിന്ന് വരികയുള്ളൂ. 20% നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം പുറത്തുനിന്ന് വാങ്ങുകയല്ലേ. അതിലും അവരും ഇപ്പോൾ ടൈറ്റ് വരാൻ തുടങ്ങി. ഇപ്പോൾ ഓപ്പൺ മാർക്കറ്റിൽ പീക്ക് അവറിലൊക്കെ നമ്മൾ 8 രൂപ തൊട്ട് 20 രൂപ വരെയാണ് മേടിക്കുന്നത്. നമ്മളെന്താ തകരാറിച്ച നമ്മൾ ഉൽപ്പാദന മേഖലയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കാത്ത കുറേ കാലമായി ശ്രദ്ധിക്കുന്നില്ല. അപ്പം മേടിച്ചിങ്ങനെ പോകുക എന്നുള്ളതാണ്. ഇതിനിടെ മെയ് മാസവും 19 പൈസയുടെ സർചാർജ് തുടരാൻ KSEB തീരുമാനിച്ചു. മാർച്ച് മാസത്തെ ഇന്ധന സർചാർജായാണ് തുക ഈടാക്കുക. ഇതിൽ 10 പൈസ KSEBയുടെ സർചാർജും 9 പൈസ റെഗുലേറ്ററി കമ്മീഷന്റെ സർചാർജുമാണ്. 24 തിരുവനന്തപുരം. വൈദ്യുതി മുടങ്ങിയതിനെ തുടർന്ന് KSEB ഓഫീസ് ആക്രമിച്ചതായി പരാതി. കോഴിക്കോട് പന്തീരാങ്കാവിലാണ് സംഭവം. പന്തീരാങ്കാവ് KSEB സെക്ഷൻ ഓഫീസിൽ ഒരു സംഘം അക്രമം നടത്തിയെന്നാണ് പരാതി. വ്യാഴാഴ്ച രാത്രി 12:30 സംഭവം. ഓവർലോഡിനെ തുടർന്ന് ഡ്രിപ്പായതോടെ 4 തവണ കറണ്ട് പോയതിന് പിന്നാലെയാണ് ആക്രമണം ഉണ്ടായതെന്നും KSEB ജീവനക്കാർ പറഞ്ഞു. KSEB ജീവനക്കാരുടെ പരാതിയിൽ പന്തീരാങ്കാവ് പോലീസ് അന്വേഷണം ആരംഭിച്ചു. സംസ്ഥാനത്തെ കനത്ത ചൂട് കുറയുന്നു. പാലക്കാട്, കോഴിക്കോട് ജില്ലകളിലെ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പിൻവലിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് തീരദേശ മേഖലയിൽ പ്രഖ്യാപിച്ച റെഡ് അലേർട്ട് ഓറഞ്ച് അലേർട്ടാക്കി ലഘൂകരിച്ചു. ഉഷ്ണതരംഗ സാധ്യതയുടെ പശ്ചാത്തലത്തിലുള്ള തൊഴിൽ സമയ ക്രമീകരണം ഹൈറേഞ്ച് മേഖലയ്ക്കും ബാധകമാണെന്ന് ലേബർ കമ്മീഷണർ ഉത്തരവിറക്കി. പൊള്ളുന്ന വേനൽ ചൂടിന് ശമനമുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. പാലക്കാട്, കോഴിക്കോട് ജില്ലകളിൽ ഉഷ്ണതരംഗത്തിനുള്ള മുന്നറിയിപ്പ് പിൻവലിച്ചു. തിങ്കളാഴ്ച വരെ പകൽ ചൂടിനുള്ള മുന്നറിയിപ്പ് തുടരും.
വരും ദിവസങ്ങളിൽ വേനൽ ചൂട് കുറയുമെന്നും വ്യാപകമായി മഴ കിട്ടുമെന്നുമാണ് പ്രതീക്ഷ. ഇത്തവണ ശക്തമായ മൺസൂൺ ലഭിക്കുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും കടലേറ്റത്തിനുമുള്ള റെഡ് അലർട്ട് പിൻവലിച്ചു. നാളെ രാത്രി വരെ ഓറഞ്ച് അലർട്ട് തുടരും. ഇന്ന് രാത്രി 8 മണിയോടെ കേരള തീരത്ത് കടലേറ്റത്തിന് സാധ്യതയുണ്ട്. ഉഷ്ണതരംഗ സാധ്യതയുടെ പശ്ചാത്തലത്തിലുള്ള തൊഴിൽ സമയക്രമീകരണം ഹൈറേഞ്ച് മേഖലയ്ക്കും ബാധകമെന്ന് ലേബർ കമ്മീഷണർ ഉത്തരവിറക്കി. നേരത്തെ തൊഴിൽ സമയക്രമീകരണങ്ങളിൽ നിന്നും സമുദ്രനിരപ്പിൽ നിന്ന് 3000 അടി ഉയരമുള്ള പ്രദേശങ്ങളെ ഒഴിവാക്കിയിരുന്നു. ഉഷ്ണതരംഗത്തിന്റെ വ്യാപ്തി കണക്കിലെടുത്താണ് തോട്ടം തൊഴിലാളികളടക്കമുള്ള എല്ലാ തൊഴിലാളികൾക്കും ഉത്തരവ് ബാധകമാക്കിയത്. 24 തിരുവനന്തപുരം. കൊടും ക്രൂരതയുടെ ചുരുളഴിയുന്നു. പനമ്പള്ളി നഗറിൽ നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ മാതാവിനെ റിമാൻഡ് ചെയ്തു. യുവതി ചികിത്സയിൽ കഴിയുന്ന ആശുപത്രിയിലെത്തിയാണ് മാജിസ്ട്രേറ്റ് 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തത്. കേസിൽ യുവതിയുടെ ആൺ സുഹൃത്തിന് പ്രത്യക്ഷത്തിൽ പങ്കില്ലെന്ന നിലപാടിലാണ് അന്വേഷണം മുന്നോട്ടു പോകുന്നത്. പ്രസവശേഷം നവജാത ശിശുവിനെ കൊലപ്പെടുത്തി കവറിലാക്കി ഫ്ളാറ്റിനുള്ളിൽ നിന്ന് പുറത്തേക്കെറിഞ്ഞ കേസിലാണ് കുട്ടിയുടെ മാതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന യുവതിയെ ആശുപത്രിയിലെത്തിയാണ് മജിസ്ട്രേറ്റ് ഇന്ന് റിമാൻഡ് ചെയ്തത്. ഈ മാസം 18-ാം തീയതി വരെയാണ് റിമാൻഡ് കാലാവധി. യുവതി ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയ ശേഷം യുവതിയെ കസ്റ്റഡിയിൽ വാങ്ങുന്നതിനായി കോടതിക്ക് അപേക്ഷ നൽകാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. കേസിൽ യുവതിയുടെ ആൺ സുഹൃത്തിന് പ്രത്യക്ഷത്തിൽ ബന്ധമില്ല എന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. നേരത്തെ യുവതി ലൈംഗിക പീഡനത്തിന് ഇരയായി എന്ന സംശയം പോലീസ് പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ബന്ധമാണ് ഇരുവരും തമ്മിൽ ഉണ്ടായിരുന്നതെന്ന് പെൺകുട്ടി മൊഴി നൽകിയിട്ടുണ്ട്. ആൺ സുഹൃത്തിനെതിരെ പരാതി നൽകാനും പെൺകുട്ടി ഇതുവരെ തയ്യാറായിട്ടില്ല. ഇതോടെയാണ് ഇയാളെ നിലവിൽ കേസിൽ പ്രതിയാക്കേണ്ട എന്ന തീരുമാനത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നത്. യുവതി പ്രാഥമികമായി നൽകിയിരിക്കുന്ന മൊഴിയും ആൺ സുഹൃത്തിന്റെ പക്കൽ നിന്ന് ശേഖരിച്ച വിവരങ്ങളും ശരിയാണെന്ന് ബോധ്യപ്പെടാൻ യുവതിയെ കസ്റ്റഡിയിൽ വേണമെന്നാണ് പോലീസ് നിലപാട്. ഈ സാഹചര്യത്തിൽ യുവതി ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആകുന്നതുവരെ കാത്തിരിക്കാനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയ കേസിൽ യുവതിയെ കസ്റ്റഡിയിൽ ലഭിക്കുന്നതോടെ കേസ് അന്വേഷണത്തെ സഹായിക്കുന്ന കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ. യുവതിയെ കസ്റ്റഡിയിൽ ലഭിച്ചു കഴിഞ്ഞാൽ കേസ് അന്വേഷണം എത്രയും വേഗത്തിൽ പൂർത്തീകരിക്കാനും പോലീസ് ശ്രമിക്കുന്നുണ്ട്. എസ് ശ്യാംകുമാർ, 24 കൊച്ചി. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ CITU നടത്തിയ സമരം താത്കാലികമായി അവസാനിപ്പിച്ചു. ടെസ്റ്റ് പരിഷ്കരണത്തിൽ ഇളവുകൾ അനുവദിച്ച് ഗതാഗത വകുപ്പിന്റെ പുതിയ സർക്കുലർ ഇറക്കിയതിന് പിന്നാലെയാണ് സമരം അവസാനിപ്പിച്ചത്. CITU സംസ്ഥാന സെക്രട്ടറി എളമരം കരീം ഈ മാസം 23-ന് ഗതാഗത മന്ത്രിയുമായി ചർച്ച നടത്തും. ചർച്ചയിൽ തീരുമാനമായില്ലെങ്കിൽ മറ്റു സമരപരിപാടികളിലേക്ക് നീങ്ങാനാണ് നീക്കം. വ്യാജ പോക്സോ കേസിൽ ഏഷ്യാനെറ്റ് ന്യൂസിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ് എക്സിക്യൂട്ടീവ് എഡിറ്റർ സിന്ധു സൂര്യകുമാർ, റെസിഡന്റ് എഡിറ്റർ K ഷാജഹാൻ ഉൾപ്പെടെ 6 പേരെ പ്രതി ചേർത്താണ് ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചത്. പോക്സോ കേസ് ഇരയെന്ന വ്യാജേന ജീവനക്കാരിയുടെ മകളെ ഉപയോഗിച്ച് വീഡിയോ നിർമ്മിച്ചതാണ് കേസ്. ജീവനക്കാരിയുടെ പ്രായപൂർത്തിയാകാത്ത മകളെ ഉപയോഗിച്ച് വ്യാജവാർത്ത ചമച്ച കേസിലാണ് ഏഷ്യാനെറ്റ് ന്യൂസിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചത്. എക്സിക്യൂട്ടീവ് എഡിറ്റർ സിന്ധു സൂര്യകുമാർ, റെസിഡന്റ് എഡിറ്റർ K ഷാജഹാൻ, റിപ്പോർട്ടർ നൌഫൽ ബിൻ യൂസഫ്, പെൺകുട്ടിയുടെ അമ്മയായ ഏഷ്യാനെറ്റ് ജീവനക്കാരി, എഡിറ്റർ വിനീത് ജോസ്, ക്യാമറാമാൻ വിപിൻ മുരളീധരൻ എന്നിവർക്കെതിരെയാണ് കുറ്റപത്രം. ക്രൈംബ്രാഞ്ച് ACP V സുരേഷിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം കോഴിക്കോട് പ്രത്യേക പോക്സോ കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. ക്രിമിനൽ ഗൂഢാലോചന, വ്യാജരേഖ ചമയ്ക്കൽ, വ്യാജ ഇലക്ട്രോണിക് രേഖ ചമയ്ക്കൽ, തെളിവ് നശിപ്പിക്കൽ തുടങ്ങി വിവിധ വകുപ്പുകൾ പ്രതികൾക്കെതിരെ ചുമത്തി. പോക്സോ ഉപവകുപ്പ് പ്രകാരവും കേസുണ്ട്. ഏഷ്യാനെറ്റ് ജീവനക്കാർ ഉൾപ്പെടെ 70ഓളം പേരുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തി. ഓഫീസിലെ കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്കുകൾ ഉൾപ്പെടെ ഇലക്ട്രോണിക് ഉപകരണങ്ങളും പോലീസ് സംഘം കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇവ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കി. വീഡിയോ ചിത്രീകരിച്ചത് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ കോഴിക്കോട് ബ്യൂറോയിൽ നിന്നാണെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. വെള്ളയിൽ പോലീസ് അന്വേഷിച്ച കേസ് പിന്നീട് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയായിരുന്നു. 24 കോഴിക്കോട്. ബംഗാൾ ഗവർണർ CV ആനന്ദബോസിനെതിരായ ലൈംഗിക പീഡന പരാതിയിൽ രാജ്ഭവനിലെ ജീവനക്കാർക്ക് നോട്ടീസ്. 4 ജീവനക്കാർക്കാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയത്. പീഡന പരാതി തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടെന്നാണ് CV ആനന്ദബോസിന്റെ പ്രതികരണം. ഇന്ദിരാ മുഖർജി IPSന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് രാജ്ഭവനിലെ 4 ജീവനക്കാർക്ക് ചോദ്യം ചെയ്യലിന് നോട്ടീസ് നൽകിയത്.
CCTV ദൃശ്യങ്ങൾ ഹാജരാക്കാനും നിർദ്ദേശമുണ്ട്. ഭരണഘടനയുടെ അനുച്ഛേദം 361 പ്രകാരം ക്രിമിനൽ നടപടികൾ നേരിടുന്നതിൽ നിന്ന് ഗവർണർക്ക് പരിരക്ഷ നൽകുന്നതിനാൽ പോലീസിന് കടുത്ത നടപടികളിലേക്ക് കടക്കാൻ കഴിയില്ല. CV ആനന്ദബോസിനെതിരെ കടുത്ത വിമർശനവുമായി മുഖ്യമന്ത്രി മമതാ ബാനർജി രംഗത്തെത്തി. പോലീസ് നടപടി അതിരുകടന്നാൽ ശക്തമായ നടപടിയെടുക്കുമെന്നാണ് ഗവർണർ CV ആനന്ദബോസിന്റെ മുന്നറിയിപ്പ്. മുഖ്യമന്ത്രിയല്ല ആരായാലും ശരി, സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും വഴി വിട്ടു പോയാൽ ശക്തമായ നടപടി എടുക്കുക തന്നെ ചെയ്യും. ഇതൊരു പ്രോമിസ് അല്ല, ഇറ്റ്സ് എ കമ്മിറ്റ്മെന്റ് ഫ്രം ദ ഗവർണർ. ഇലക്ഷൻ സ്റ്റണ്ടിന് ഒരു പരിധിയുണ്ട്. പരിധി വിട്ടുപോയി കഴിഞ്ഞാൽ, ഭരണഘടന ലംഘിച്ചാൽ, നിയമം ലംഘിച്ചാൽ ശക്തമായ നടപടി ഉണ്ടാവുക തന്നെ ചെയ്യും. ലൈംഗികാരോപണം ആയുധമാക്കിയ തൃണമൂൽ കോൺഗ്രസ് സന്ദേശ് കാലിയിൽ നാടകം കളിച്ചവർ ഗവർണർക്കെതിരായ പരാതിയിൽ എന്തുകൊണ്ട് മൗനം പാലിക്കുന്നുവെന്ന് ചോദിച്ചു. ആരോപണങ്ങൾക്കിടെ കേരളത്തിലെത്തിയ ഗവർണർക്ക് നേരെ ആലുവയിൽ യൂത്ത് കോൺഗ്രസിന്റെ കരിങ്കൊടി പ്രതിഷേധമുണ്ടായി. 24 ഡൽഹി. കർണാടകയിലെ JDS നേതാവ് പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ വീണ്ടും ലൈംഗികാതിക്രമ കേസ്. ഹാസനിലെ JDS പ്രാദേശിക നേതാവായ യുവതിയുടെ പരാതിയിലാണ് കേസെടുത്തത്. വീട്ടുജോലിക്കാരിയെ പീഡിപ്പിച്ച കേസിൽ പ്രജ്വലിന്റെ പിതാവ് HD രേവണ്ണയെ അറസ്റ്റ് ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. അന്വേഷണ സംഘത്തിന് മുമ്പാകെ ലഭിച്ച പുതിയ പരാതിയിൽ പ്രജ്വലിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഉള്ളത്. 3 വർഷക്കാലം നിർബന്ധിച്ച് ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്നാണ് യുവതിയുടെ പരാതി. പീഡന ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തി ഭീഷണിപ്പെടുത്തിയെന്നും യുവതിയുടെ മൊഴിയിൽ പറയുന്നു. പുറത്തുവന്ന ദൃശ്യങ്ങളിലുള്ള സ്ത്രീകളെ അന്വേഷിച്ച് കണ്ടെത്തിയാണ് പോലീസ് മൊഴി രേഖപ്പെടുന്നത്. എന്നാൽ കൂടുതൽ പേരും ഭയം കാരണം പരാതി നൽകാൻ വിസമ്മതിക്കുകയാണ്. പ്രജ്വലിനെ നാട്ടിലെത്തിക്കാൻ ലുക്കൌട്ട് സർക്കുലർ ഇറക്കിയെങ്കിലും പ്രജ്വൽ എന്ന് തിരികെത്തുമെന്നതിൽ പോലീസിന് വ്യക്തതയില്ല. അതിനിടെ വീട്ടുജോലിക്കാരിയെ പീഡിപ്പിച്ച കേസിൽ പ്രജ്വലിന്റെ പിതാവ് HD രേവണ്ണയെ അറസ്റ്റ് ചെയ്യാനൊരുങ്ങുകയാണ് അന്വേഷണ സംഘം. ലൈംഗികാതിക്രമ കേസിന് പുറമെ മറ്റൊരു തട്ടിക്കൊണ്ടുപോകൽ കേസ് കൂടി രജിസ്റ്റർ ചെയ്തതോടെയാണ് മുൻമന്ത്രി HD രേവണ്ണയ്ക്കുമേൽ കുരുക്ക് മുറുകിയത്. നോട്ടീസ് നൽകിയിട്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകാത്തതിനെ തുടർന്ന് രേവണ്ണയ്ക്കെതിരെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയിരുന്നു. രേവണ്ണ നാടുവിട്ടു പോകാൻ സാധ്യതയുണ്ടെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. 24 ബംഗളൂരു. കോൺഗ്രസിന് വീണ്ടും തിരിച്ചടി. മുൻ കോൺഗ്രസ് ഡൽഹി അധ്യക്ഷൻ അരവിന്ദർ സിംഗ് ലവ്ലി BJPയിൽ ചേർന്നു. ലവ്ലിക്കൊപ്പം 3 മുൻ MLA-മാരും പാർട്ടി ആസ്ഥാനത്തെത്തി അംഗത്വം സ്വീകരിച്ചു. ബംഗാളിൽ മുൻ ജഡ്ജി അഭിജിത് ഗംഗോപാധ്യായയുടെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണ റാലിക്കിടെ TMC BJP പ്രവർത്തകർ ഏറ്റുമുട്ടി. ഡൽഹിയിൽ ആം ആദ്മിയുമായുള്ള സഖ്യത്തിലെ അതൃപ്തിയെ തുടർന്നാണ് ഡൽഹി കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം അരവിന്ദർ സിംഗ് ലവ്ലി രാജിവെച്ചത്. കനയ്യകുമാറിനെയും ഉദിത് രാജിനെയും ഡൽഹിയിൽ സ്ഥാനാർത്ഥിയാക്കിയതിലും ലവ്ലിക്ക് എതിർപ്പുണ്ടായിരുന്നു. ഇന്ന് BJP ആസ്ഥാനത്തെത്തി കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരിയുടെയും പാർട്ടി ജനറൽ സെക്രട്ടറി വിനോദ് താവ്ഡെയുടെയും സാന്നിധ്യത്തിലാണ് BJP അംഗത്വം സ്വീകരിച്ചത്. मेरा आदरणीय हरदीप पुरी जी से और विनोद तावड़े जी से आग्रह है कि राजकुमार चौहान जी को भी पार्टी की विधिवत सदस्यता दिलाएं. ഡൽഹിയിലെ സ്ഥിതി മെച്ചപ്പെടുത്താൻ തുടർന്നും പ്രവർത്തിക്കുമെന്ന് അരവിന്ദർ സിംഗ് ലവ്ലി. देश के अंदर भारतीय जनता पार्टी की सरकार भारी बहुमत से बन रही है. आने वाले दिनों में दिल्ली में भी जो है परचम भारतीय जनता पार्टी का जो है वो फहरेगा. തംലുക് ലോക്സഭാ സീറ്റിലെ BJP സ്ഥാനാർത്ഥി കൽക്കട്ട ഹൈക്കോടതി മുൻ ജഡ്ജി അഭിജിത് ഗംഗോപാധ്യായയുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പണ റാലിക്കിടെ തൃണമൂൽ BJP പ്രവർത്തകർ ഏറ്റുമുട്ടി. ജാർഖണ്ഡിലെ പലാമുവിൽ തെരഞ്ഞെടുപ്പ് റാലി അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭീകരാക്രമണ സമയത്ത് കോൺഗ്രസ് പാകിസ്ഥാന് പ്രേമലേഖനങ്ങൾ അയക്കുകയായിരുന്നുവെന്ന് പരിഹസിച്ചു. 24 ഡൽഹി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 20 സീറ്റും UDF ജയിക്കുമെന്ന് KPCC വിലയിരുത്തൽ. 4 മണ്ഡലങ്ങളിൽ കടുപ്പമേറിയ മത്സരം നടന്നുവെന്ന് വിലയിരുത്തിയ യോഗം സംസ്ഥാന സർക്കാരിനെതിരെ നിശബ്ദ തരംഗമുണ്ടായിരുന്നുവെന്നും അഭിപ്രായപ്പെട്ടു. അവസാന സമയത്തെ പുനഃസംഘടന തെരഞ്ഞെടുപ്പിൽ പ്രശ്നമായെന്ന് നേതാക്കൾ ചൂണ്ടിക്കാട്ടി. പലയിടത്തും കടുത്ത മത്സരം നടന്നുവെന്ന് പറയുമ്പോഴും 20 സീറ്റും ജയിക്കുമെന്നാണ് KPCCയുടെ വിലയിരുത്തൽ. തൃശൂരിൽ 20,000-ൽ കുറയാത്ത ഭൂരിപക്ഷം K മുരളീധരൻ ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. LDF 2ാം സ്ഥാനത്തെത്തും. നാട്ടിക, പുതുക്കാട് എന്നീ നിയമസഭാ മണ്ഡലങ്ങളിൽ DS സുനിൽകുമാർ ലീഡ് ചെയ്യും. ബാക്കി 5 മണ്ഡലങ്ങളിലും ലീഡ് UDFനായിരിക്കും. തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ മാത്രം BJP 2ാം സ്ഥാനത്തെത്തുമെന്നും നേതൃയോഗം വിലയിരുത്തി. കണ്ണൂരിൽ ആദ്യഘട്ടത്തിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നെന്ന് K സുധാകരൻ നേതൃയോഗത്തിൽ പറഞ്ഞു. എന്നാൽ അവസാനത്തോടെ അത് പരിഹരിച്ചു. അതിനാൽ ജയം ഉറപ്പെന്നും K സുധാകരൻ പറഞ്ഞു. പാലക്കാട് താൻ തോൽക്കുമെന്നത് വെറും പ്രചരണമായി കണ്ടാൽ മതിയെന്ന് VK ശ്രീകണ്ഠൻ യോഗത്തിൽ വ്യക്തമാക്കി. പാലക്കാട്, കണ്ണൂർ, ആറ്റിങ്ങൽ, മാവേലിക്കര എന്നീ മണ്ഡലങ്ങളിൽ കടുത്ത മത്സരം നടന്നുവെന്നാണ് നേതൃത്വം വിലയിരുത്തിയത്. സംസ്ഥാന സർക്കാരിന്റെ ഭരണത്തിനെതിരെ നിശബ്ദ തരംഗമായിരുന്നു ഉണ്ടായിരുന്നത്. പോളിംഗ് ശതമാനം കുറഞ്ഞത് ഇടതുമുന്നണിയെ ആയിരിക്കും ബാധിക്കുക എന്നും KPCC കണക്കുകൂട്ടുന്നു.
എന്നാൽ വോട്ട് ചെയ്യാത്ത ആളുകളെക്കുറിച്ച് വിശദമായ പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ KPCC താഴെത്തട്ടിൽ നിർദ്ദേശം നൽകി. വോട്ട് ചെയ്യാത്ത ആളുകളെ കുറിച്ച് ഒരു പഠനം നടത്തി ഒരു റിപ്പോർട്ട് എന്തുകൊണ്ടാണ് അവർ വരാത്തത് എന്നതിനെ കുറിച്ച് അവർക്ക് അന്വേഷിക്കാം. UDF അനുഭാവികളായ വോട്ടർമാർ വന്നിട്ടില്ലെങ്കിൽ അത് വ്യക്തമായി അതിൻ്റെ കാരണവും അതും കണ്ടുപിടിച്ച് അതിനെക്കുറിച്ച് ഒരു റിപ്പോർട്ട് 24-ാം തീയതിക്ക് മുമ്പ് KPCCയിൽ നൽകാൻ ഞങ്ങൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അവസാന മണിക്കൂറിലെ ബ്ലോക്ക് മണ്ഡലം തല പുനഃസംഘടന തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ പ്രതിഫലിച്ചെന്ന് നേതാക്കൾ യോഗത്തിൽ പറഞ്ഞു. പ്രചരണത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ പ്രശ്നം പരിഹരിക്കാനായിരുന്നു സമയം പോയതെന്ന് സ്ഥാനാർത്ഥികളുടെ പരാതി. 24 തിരുവനന്തപുരം. താനൂർ താമർ ജിഫ്രി കസ്റ്റഡി മരണക്കേസിൽ പ്രതികളായ പോലീസ് ഉദ്യോഗസ്ഥരെ CBI അറസ്റ്റ് ചെയ്തു. 1 മുതൽ 4 വരെ പ്രതികളായ സിവിൽ പോലീസ് ഓഫീസർമാരെയാണ് ഇന്ന് പുലർച്ചെ CBI സംഘം വീട്ടിലെത്തി അറസ്റ്റ് ചെയ്തത്. 24 ഇംപാക്ട്. താനൂർ പോലീസ് കസ്റ്റഡിയിലെടുത്ത മമ്പുറം സ്വദേശി താമർ ജിഫ്രി സ്റ്റേഷനിൽ മരിച്ച കേസിലാണ് CBI നടപടി. 1-ാം പ്രതി താനൂർ പോലീസ് സ്റ്റേഷനിലെ സീനിയർ CPO ജിനേഷ്, 2-ാം പ്രതി പരപ്പനങ്ങാടി സ്റ്റേഷനിലെ CPO ആൽബിൻ അഗസ്റ്റിൻ, 3-ാം പ്രതി കൽപ്പകഞ്ചേരി സ്റ്റേഷനിലെ CPO അഭിമന്യു, 4-ാം പ്രതി തിരുരങ്ങാടി സ്റ്റേഷനിലെ CPO വിപിൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. 4 പേരും മലപ്പുറം ഡാൻസ് ഓഫ് അംഗങ്ങളായിരുന്നു. അതീവ രഹസ്യമായാണ് CBI പ്രതികളെ അറസ്റ്റ് ചെയ്തത്. വൈകിയെങ്കിലും CBI നടപടിയെ സ്വാഗതം ചെയ്യുന്നുവെന്ന് താമർ ജിഫ്രിയുടെ സഹോദരൻ ഹാരിസ് ജിഫ്രി 24-നോട്. എന്തായാലും സന്തോഷമുണ്ട്. കാര്യം നമ്മളെ 8-9 മാസത്തോളമായി ഇതുവരേക്കും അനിയൻ്റെ കേസിൽ യാതൊരു പ്രത്യക്ഷത്തിൽ നടപടിയൊന്നും സ്വീകരിച്ചിട്ടില്ല. മൊഴികളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളത് പ്രത്യക്ഷത്തിൽ ഇപ്പോഴാണ് ഒരു കാര്യം ചെയ്ത് വളരെയധികം സ്വാഗതാർഹമാണ്. കഴിഞ്ഞ ഓഗസ്റ്റ് 1-നാണ് താനൂരിൽ പോലീസ് കസ്റ്റഡിയിലിരിക്കെ താമർ ജിഫ്രി കുഴഞ്ഞു വീണു മരിച്ചത്. ലഹരി മരുന്ന് കൈവശം വെച്ചതിന് താമർ ജിഫ്രിയെയും 5 സുഹൃത്തുക്കളെയും മലപ്പുറം SP കീഴിലുള്ള ലഹരി വിരുദ്ധ സ്ക്വാഡ് കസ്റ്റഡിയിലെടുത്തുവെന്നാണ് FIR-ലുള്ളത്. മർദ്ദനമേറ്റതിനെ തുടർന്നാണ് താമർ ജിഫ്രി മരിച്ചതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സ്ഥിരീകരിച്ചു. 24 പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവിട്ടത്. താമർ ജിഫ്രിയെ മർദ്ദിക്കുന്നത് കണ്ടയാളുടെ വെളിപ്പെടുത്തലും 24 പുറത്തുവിട്ടത്. പിന്നാലെ വലിയ പ്രതിഷേധമുണ്ടായി. ആദ്യം ക്രൈംബ്രാഞ്ചായിരുന്നു കേസ് അന്വേഷിച്ചത്. അന്വേഷണത്തിൽ 4 പേർക്കെതിരെ കൊലക്കുറ്റം ചുമത്തി. എന്നാൽ അന്വേഷണം കാര്യക്ഷമമല്ലെന്നാരോപിച്ച് കുടുംബം രംഗത്ത് വന്നതോടെ കേസ് CBIക്ക് കൈമാറി. 24-ന്റെ ഇടപെടലിനെ താമർ ജിഫ്രിയുടെ കുടുംബം അഭിനന്ദിച്ചു. പുറത്ത് ജനങ്ങളിലേക്ക് ഇത് എത്തിച്ചതുകൊണ്ടാണ് ഇത് കൂടുതൽ പെട്ടെന്ന് ഇതിൻ്റെ കാര്യങ്ങൾ കൂടുതൽ വൈകാതെ തന്നെ ഇപ്പോഴെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ സംഭവിച്ചത്. അപ്പോൾ അതിന് നിങ്ങളൊക്കെ കാര്യത്തിൽ സ്വാഗതാർഹം ചെയ്യുന്നു, അഭിനന്ദിക്കുന്നു. പ്രതികളെ എറണാകുളം CJM കോടതിയിൽ റിമാൻഡ് ചെയ്തു. പോലീസ് സ്റ്റേഷനുകൾ ഇടിമുറികളാക്കുന്നവർക്കുള്ള താക്കീതാണ് താനൂർ കസ്റ്റഡി മരണക്കേസിലെ ഇപ്പോൾ നടന്നിരിക്കുന്ന അറസ്റ്റ്. ജനമൈത്രി എന്ന വാക്കിന് വില കൽപ്പിക്കുന്നതാവട്ടെ നമ്മുടെ പോലീസ് സ്റ്റേഷനുകൾ. സമീർ ബിൻ കരീം, 24 തിരൂർ. ഇന്നത്തെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ നൽകിയ പരാതിയിൽ TG നന്ദകുമാറിനെ ചോദ്യം ചെയ്യാൻ പോലീസ് ഈ മാസം 9-ന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് പുന്നപ്ര പോലീസ് നോട്ടീസ് നൽകി. വ്യക്തിഹത്യ, സ്ത്രീത്വത്തെ അവഹേളിക്കൽ എന്നിവ ആരോപിച്ചാണ് പരാതി നൽകിയത്. ആലപ്പുഴ ഹരിപ്പാട് അരളിപ്പൂവ് കഴിച്ചതിന് പിന്നാലെ ദേഹാസ്വാസ്ഥ്യമുണ്ടായി മരിച്ച യുവതിയുടെ ശരീരത്തിൽ വിഷാംശം സ്ഥിരീകരിച്ച് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അരളിപ്പൂവിന്റെ വിഷമാണോ എന്നറിയാൻ രാസപരിശോധന നടത്തും. കൊല്ലം ചടയമംഗലത്ത് ഹോട്ടലിൽ നിന്ന് ഷവർമയും അൽഫാമും കഴിച്ചവർക്ക് ദേഹാസ്വാസ്ഥ്യം. 8 വയസ്സുകാരനും മാതാവും പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി. പഞ്ചായത്ത് അധികൃതർ ഹോട്ടൽ അടപ്പിച്ചു. മൂവാറ്റുപുഴ നിരപ്പിൽ കിടപ്പ് രോഗിയായ വയോധികയെ ഭർത്താവ് കഴുത്തറുത്ത് കൊലപ്പെടുത്തി. സംഭവത്തിൽ ഭർത്താവ് ജോസഫ് മൂവാറ്റുപുഴ പോലീസിന്റെ പിടിയിൽ. ഒരിടവേളയ്ക്ക് ശേഷം കുട്ടനാട്ടിൽ CPIM-ലെ തർക്കം രൂക്ഷമാകുന്നു. രാമങ്കരി പഞ്ചായത്തിൽ CPIM ഭരണസമിതിക്കെതിരെ അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകിയ 3 CPIM പഞ്ചായത്ത് അംഗങ്ങളോട് പാർട്ടി വിശദീകരണം തേടും. പഞ്ചാബിൽ BJP സ്ഥാനാർത്ഥിക്കെതിരായ പ്രതിഷേധത്തിനിടെ കർഷകൻ മരിച്ചു. പട്യാല രാജ്പുരയിലാണ് സംഭവം. BJP സ്ഥാനാർത്ഥി പർണീത് കൗറിനെതിരായ പ്രതിഷേധത്തിനിടെ പോലീസുമായുണ്ടായ ഏറ്റുമുട്ടലിനിടെയാണ് കർഷകൻ മരിച്ചത്. ഹൈദരാബാദ് സർവകലാശാലയിൽ ആത്മഹത്യ ചെയ്ത ഗവേഷക വിദ്യാർത്ഥി രോഹിത് വെമുല ദളിതനല്ലെന്ന പോലീസ് റിപ്പോർട്ട് തെലങ്കാന സർക്കാർ തള്ളി. പുനരന്വേഷണത്തിന് സംസ്ഥാന പോലീസ് മേധാവി ഉത്തരവിട്ടു. കേസ് അവസാനിപ്പിക്കാനുള്ള പോലീസ് നീക്കത്തിനെതിരെ പ്രതിഷേധമുയർന്നിരുന്നു. IPL ഇന്ന് റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസ് പോരാട്ടം. രാത്രി 7:30 ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിലാണ് മത്സരം. പ്ലേ ഓഫ് പ്രതീക്ഷ നിലനിർത്താൻ ഇരു ടീമിനും ജയം അനിവാര്യം. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust.
പ്രൈം ടൈം ന്യൂസ് അവസാനിക്കുന്നു.